അസ്സലാമു വെൽക്കം ടു Shainus Dot Com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് പൊടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ അമൃതം പൊടിയുടെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അംഗൻവാടിയിൽ നിന്നൊക്കെ ലഭിക്കുന്ന പാക്കറ്റാണിത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് ഞാൻ അവലോസ് പൊടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കവറിലുള്ള ഒരു പാക്കറ്റ് പൊടി മുഴുവനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത്. തേങ്ങ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. 2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ള്. ഇത് ഞാൻ ഇപ്പോൾ കഴുകി അരിച്ച് എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനകത്തൊരു നനവുണ്ടാവും. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുട്ടിന് നനയ്ക്കുന്നത് പോലെ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്ത് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് തേങ്ങയും അതുപോലെ എള്ള് ഞാൻ കഴുകി ഇട്ടത് കൊണ്ട് അതിനകത്തും വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1-2 സ്പൂണ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ട് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കാം. അപ്പോൾ ഇത് നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നാക്കി വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ അത് കരിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമൊഴിച്ച് നനച്ചുകൊണ്ട് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ വറ്റി നല്ല ഡ്രൈ ആവുന്നത് വരെ ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതുപോലെ ഇരിക്കും. നനവൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല പൊടിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അവലോസ് പൊടി. അപ്പോൾ അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അവലോസ് പൊടിയാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.